ഹലോ ഹായ് നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. പ്ലസ് ടു കഴിഞ്ഞ കുട്ടികൾ ഇപ്പോൾ പാഞ്ഞോടുകയാണ്. കുട്ടികളും പാരന്റ്സും ഏതാണ് ബെറ്റർ കോഴ്സ്, ഏതാണ് ബെറ്റർ ഇൻസ്റ്റിറ്റ്യൂട്ട്, ഇങ്ങനെയുള്ള ഓട്ടത്തിലാണ്. ബെസ്റ്റ് ജോബ് ഓറിയന്റഡ് കോഴ്സ് ചോദിച്ചാൽ നമ്മൾ ഒരുപാട് പേര് വിളിക്കാറുണ്ട്. അപ്പൊ നമ്മൾ അവരോടൊക്കെ തന്നെ ചോദിക്കാറുണ്ട്, നിങ്ങൾക്ക് ഏത് കോഴ്സ് വേണം, അതുപോലെ തന്നെ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഏത് ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ്. നമ്മൾ അതിനെപ്പറ്റി പഠിച്ച് നിങ്ങളോട് പറയാം. അങ്ങനെ കുറെ ആളുകൾ നമുക്ക് ഒന്നിച്ച് പറഞ്ഞ പിനാക്കൽ അക്കാഡമിയെ പറ്റിയാണ് ഞാൻ ഇന്ന് നിങ്ങളോട് പറഞ്ഞു തരാനായിട്ട് പോകുന്നത്. അതിനോടൊപ്പം തന്നെയാണ് 100% ജോബ് പ്ലേസ്മെന്റ് ഗ്യാരണ്ടി ഉള്ള ഒരു കോഴ്സാണ് പിനാക്കൽ അക്കാഡമി പ്രൊവൈഡ് ചെയ്യുന്നത്. അതിനോടൊപ്പം തന്നെയാണ് നിങ്ങൾക്ക് ഫുൾ ഓൺ സപ്പോർട്ട്. അക്കാഡമിക്കിൽ മാത്രമല്ല, നിങ്ങളുടെ പേഴ്സണൽ ലൈഫ് ഗ്രോത്തിൽ എങ്ങനെ നിങ്ങൾ മുന്നോട്ട് പോകണം, നിങ്ങളുടെ പേഴ്സണൽ ലൈഫ് എങ്ങനെ പോകണം, നിങ്ങൾക്ക് സൊസൈറ്റിയോടുള്ള കാഴ്ചപ്പാടുകൾ, ഇതെല്ലാം പഠിപ്പിച്ചു തരുന്ന ഒരു ഏക കോളേജ് അല്ലെങ്കിൽ ഏക ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ് പിനാക്കൽ അക്കാഡമി. അവിടെ നിങ്ങളെ പഠിപ്പിക്കുന്ന കോഴ്സുകൾ എന്ന് പറയുന്നത് ഏവിയേഷൻ മാനേജ്മെന്റ് കോഴ്സാണ്. UG കോഴ്സുകൾ, PG കോഴ്സുകൾ, അതുപോലെ തന്നെ ഡിപ്ലോമ കോഴ്സുകൾ, 3 തരം കോഴ്സുകളാണ് അവിടെ പ്രൊവൈഡ് ചെയ്യുന്നത്. ഞാൻ ഇപ്പോൾ പറയുന്നത് ബെസ്റ്റ് കോഴ്സ് ആഫ്റ്റർ +2 ആണ് പറയുന്നത്. ബെസ്റ്റ് ജോബ് ഓറിയന്റഡ് കോഴ്സ് ആഫ്റ്റർ +2. ഈ ഒരു കോഴ്സ് നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് 100% ജോബ് ഉറപ്പായിട്ടും കിട്ടിയിരിക്കും. പക്ഷേ നിങ്ങൾ ഏവിയേഷൻ കോഴ്സിനെ പറ്റി കേൾക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും നിങ്ങൾ 100% ഓർക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, സ്കാമുകൾ ഒരുപാട് നടക്കുന്നുണ്ട്. ഒരുപാട് സ്ഥാപനങ്ങളിൽ ആൾക്കാർ പഠിച്ച് ഇന്നും ജോലി കിട്ടാതെ അല്ലെങ്കിൽ ഒരുപാട് സ്കാമിൽ പെട്ടിരിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ കേരളത്തിൽ ഈ ഒരു ഏവിയേഷൻ ഇൻഡസ്ട്രിയിൽ ഒരുപാട് ആളുകൾക്ക് പേടിയാണ്. നല്ലൊരു ഇൻസ്റ്റിറ്റ്യൂട്ട് കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്, എവിടെ പോയാണ് പഠിക്കേണ്ടത്, എവിടെയൊക്കെ എനിക്ക് പ്ലേസ്മെന്റ് കിട്ടും, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ അവർ ഒരുപാട് കൺഫ്യൂസ്ഡ് ആണ്. അപ്പൊ ഈ ഒരു കൺഫ്യൂഷൻ ഒക്കെ മാറ്റാൻ വേണ്ടിയുള്ള ഒരു വീഡിയോ ആണ്. തീർച്ചയായിട്ടും നിങ്ങൾ ഈ ഒരു വീഡിയോ മസ്റ്റ് ആയിട്ട് ഒന്ന് ഷെയർ ചെയ്ത് കാണാനായിട്ട് ശ്രമിക്കുക. ഏവിയേഷൻ കോഴ്സ് നോക്കുന്ന എല്ലാ കുട്ടികൾക്കും ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ ആണ് ഈ ഒരു വീഡിയോ. അതിനോടൊപ്പം തന്നെ ഈ ഒരു വീഡിയോ വഴി നമ്മൾ പരിചയപ്പെടുത്തുന്ന പിനാക്കൽ അക്കാഡമി എന്ന് പറയുന്ന ഈ ഒരു സ്ഥാപനം നടത്തിക്കൊണ്ടു പോകുന്നത്, ഈ ഒരു വ്യക്തിയെ പറ്റി പറയാനാണെങ്കിൽ എനിക്ക് അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാടുകൾ വളരെയധികം ഇഷ്ടപ്പെട്ടു. കാരണം 24 മണിക്കൂറും ആ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ തന്നെ നിലനിൽക്കുന്നു. പല ഇൻസ്റ്റിറ്റ്യൂട്ടുകളുടെയും സിഇഒമാരെ അല്ലെങ്കിൽ ഡയറക്ടർമാരെയും അവിടെ കാണാൻ കിട്ടാറില്ല. അവിടുത്തെ കുട്ടികളോടും പാരന്റ്സിനോടും ഇന്ററാക്ട് ചെയ്യുന്നത് അവിടുത്തെ സിഇഒ ഡയറക്റ്റ് ആണ്. കാരണം പുള്ളി പറയുന്നത്, ഞാനില്ലെങ്കിൽ ഇവിടുത്തെ ക്വാളിറ്റി നഷ്ടപ്പെട്ടേക്കാം. ഞാനിത് കാശുണ്ടാക്കാൻ വേണ്ടി മാത്രം നടത്തുന്ന ഒരു സ്ഥാപനമല്ല. ഞാനിവിടെ കുട്ടികൾക്ക് നല്ലൊരു ഭാവി, ഒരു പാരന്റ്സിനാണെങ്കിൽ അവർക്ക് സുരക്ഷിതമായ ഭാവി കിട്ടിയ ഒരു കുട്ടിയുടെ അച്ഛനും അമ്മയും എന്ന് പറഞ്ഞ സമാധാനത്തോടെ ഇരിക്കാൻ സാധിക്കണം ഞാൻ വഴി. അതാണ് അദ്ദേഹം മുന്നോട്ട് വെക്കുന്ന ഏറ്റവും വലിയൊരു കാര്യം. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഒരു ഏവിയേഷൻ ഇൻഡസ്ട്രിയിൽ ജോലി ചെയ്യാനും പഠിക്കാനും ആഗ്രഹിക്കുന്ന ഒരു കുട്ടിയാണെങ്കിൽ ബെസ്റ്റ് ചോയ്സ് ആണ് ട്രിവാൻഡ്രത്ത് പ്രവർത്തിച്ചു പോരുന്ന പിനാക്കൽ അക്കാഡമി. അപ്പോൾ തീർച്ചയായിട്ടും ഏവിയേഷൻ കോഴ്സ് പഠിക്കാൻ ആഗ്രഹിക്കുന്ന നിങ്ങളുടെ എല്ലാ സുഹൃത്തുക്കളേക്കും നിങ്ങൾ ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. ഡിപ്ലോമ കോഴ്സുകൾ ഏതൊക്കെ മേഖലയിലുള്ള കോഴ്സുകളാണെന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. പിനാക്കൽ അക്കാഡമിയിൽ പ്രൊവൈഡ് ചെയ്യുന്ന ഡിപ്ലോമ കോഴ്സുകൾ എന്ന് പറയുന്നത് ഡിപ്ലോമ ഇൻ എയർലൈൻ ആൻഡ് എയർപോർട്ട് മാനേജ്മെന്റ്, അതുപോലെ തന്നെ ഡിപ്ലോമ ഇൻ എയർപോർട്ട് ഗ്രൗണ്ട് ഹാൻഡ്ലിംഗ്, എയർലൈൻസ് കസ്റ്റമർ സർവീസ്, അതുപോലെ തന്നെയാണ് കമ്പ്യൂട്ടർ റിസർവേഷൻ സിസ്റ്റം. ഈ വക മേഖലയിൽ CRS എന്ന് പറയുന്ന കോഴ്സുകൾ ഉൾപ്പെടെ നിങ്ങളെ പഠിപ്പിക്കുന്നു. അതുപോലെ തന്നെയാണ് നിങ്ങൾക്ക് ലാംഗ്വേജ് സ്കില്ല്, സ്റ്റേജ് ഫ്രൈറ്റ് മാറാനുള്ള, പാട്ട് പാടണം, അല്ലെങ്കിൽ ആളുകളുടെ മുമ്പിൽ പോയിട്ട് എങ്ങനെയാണ് നിങ്ങളെ പ്രസന്റ് ചെയ്യേണ്ടത്, ഇങ്ങനെയൊക്കെയുള്ള എല്ലാ കാര്യങ്ങളും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഈ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ. ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് നിങ്ങൾ കേൾക്കുമ്പോൾ നിങ്ങൾ ചിന്തിക്കുമായിരിക്കും, ഞാനൊരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയി പഠിച്ചാൽ എനിക്കൊരു കോളേജ് ലൈഫിന്റെ ഒക്കെ ഒരു എക്സ്പീരിയൻസ് കിട്ടുമോ? ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ഈ ഒരു സ്ഥാപനത്തിൽ കിട്ടും. കൾച്ചറൽസ് ഉണ്ട്, നിങ്ങൾക്ക് വർഷാവർഷം ടൂറുകളുണ്ട്, അതുപോലെ തന്നെയാണ് നിങ്ങൾക്ക് ഓൺ ദി ജോബ് ട്രെയിനിങ്സ് കിട്ടുന്നുണ്ട്. ഇങ്ങനെയൊക്കെയുള്ള എല്ലാ കാര്യങ്ങളും പ്രൊവൈഡ് ചെയ്യുന്ന ഒരു സ്ഥാപനമാണ് പിനാക്കൽ അക്കാഡമി. കഴിഞ്ഞ 12 വർഷമായിട്ട് ഒരുപാട് കുട്ടികളെ പഠിപ്പിക്കുകയും അതുപോലെ തന്നെ പഠിച്ച എല്ലാ കുട്ടികളെയും പ്ലേസ് ചെയ്യാനും അവർക്ക് സാധിച്ചിട്ടുണ്ട്. അപ്പോൾ അവർ പ്ലേസ് ചെയ്യുന്നത് ചെന്നൈ, ബാംഗ്ലൂർ, അതുപോലെ തന്നെ ഡൽഹി, ട്രിവാൻഡ്രം, കൊച്ചി, എല്ലാ എയർപോർട്ടുകളിലും അവരുടെ കുട്ടികൾ പ്ലേസ് ചെയ്ത് ജോലി ചെയ്യുന്നുണ്ട്. അപ്പൊ ഞാനിപ്പോൾ പ്ലേസ്മെന്റ് കിട്ടി ജോലി ചെയ്യുന്നുണ്ടെന്ന് പറയുമ്പോൾ നിങ്ങൾക്കൊരു സംശയം തോന്നാം. രണ്ടുപേര് പ്ലേസ് ആയി ഇന്ന് ജോബ് ചെയ്യുന്ന 2 കുട്ടികളുടെ അനുഭവങ്ങളിലൂടെ നമുക്കൊന്ന് കേട്ടിട്ട് വരാം. എൻ്റെ പേര് ശാരിക എന്നാണ്. എൻ്റെ സ്ഥലം വർക്കലയാണ്. ഞാൻ എന്തുകൊണ്ട് ഏവിയേഷൻ പഠിക്കാൻ വേണ്ടിയിട്ട് പിനാക്കൽ അക്കാഡമി ചൂസ് ചെയ്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കുഞ്ഞിലേ തൊട്ടുള്ള എൻ്റെ ഡ്രീം ആയിരുന്നു ഏവിയേഷൻ എന്ന് പറയുന്നത്. ഏവിയേഷൻ പഠിക്കണമെന്നുള്ളതും ഏവിയേഷൻ ഫീൽഡിൽ വർക്ക് ചെയ്യണമെന്ന് പറയുന്നതും ഒക്കെ എൻ്റെ കുഞ്ഞിലേ തൊട്ടുള്ള ഒരു ആഗ്രഹമായിരുന്നു. അപ്പോൾ എൻ്റെ +2 കാലം ആ ഒരു ടൈം കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ ഈ പല ഇൻസ്റ്റിറ്റ്യൂട്ടിലും തിരക്കിയിരുന്നു ഏവിയേഷനെ പറ്റി, ഏവിയേഷൻ കോഴ്സിനെ പറ്റി തിരക്കിയിരുന്നു. അപ്പോൾ നമ്മളെ കൊണ്ട് അഫോർഡ് ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള ഫീസ് ആയിരുന്നു അപ്പോൾ അവരെല്ലാം പറഞ്ഞിരുന്നത്. അങ്ങനെ ഇരിക്കുന്ന ടൈമിനാണ് എൻ്റെ ഒരു ഫ്രണ്ട് കണക്ക് ഈ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിനെ പറ്റി പറഞ്ഞതും അവളും ആ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ജോയിൻ ചെയ്തായിരുന്നു. അപ്പോൾ എൻ്റെ അടുത്ത് അതിനെപ്പറ്റി പറഞ്ഞതും ഞാൻ അങ്ങനെ ഈ ഗൂഗിളിലൊക്കെ കയറി സെർച്ച് ചെയ്തു. അപ്പോൾ നല്ല റിവ്യൂസൊക്കെ ഇങ്ങനെ കൊടുത്തേക്കുന്നുണ്ട് പലരും.
അങ്ങനെ ഞാൻ അവിടെ നേരിട്ട് ചെന്ന്, ഞാനും എൻ്റെ അമ്മയും കൂടെ ആയിരുന്നു പോയത്. ഞങ്ങൾ നേരിട്ട് അവിടെ ചെന്ന് സംസാരിച്ചു, സാറിനുമായിട്ട് സംസാരിച്ച് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി. അപ്പോൾ നമ്മളെ കൊണ്ട് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫീസ് പാക്കേജ് ആയിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. ഒരു സാധാരണക്കാർക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ളൊരു ഫീസ് പാക്കേജ് ആയിരുന്നു പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ഒന്നാമത്തെ നമ്മൾ എവിടെ പോലും അവിടുത്തെ ഒരു ഇൻഫ്രാസ്ട്രക്ചർ എന്ന് പറയുന്നൊരു സംഭവം കാണും. അവിടുത്തെ അത് ഭയങ്കരമായിട്ട് ഒരു അട്രാക്റ്റ് ചെയ്യുന്നൊരു സംഭവമാണ് നമ്മൾ. അപ്പോൾ നല്ലൊരു ഇൻഫ്രാസ്ട്രക്ചറായിരുന്നു. പിന്നെ ഫീസ് പാക്കേജ് ആണെങ്കിലും പിന്നെ ടീച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ടാണ് നമ്മളടുത്ത് ബിഹേവ് ചെയ്യുന്നത്. ഫസ്റ്റ് ടൈം അതുകൊണ്ട് നമ്മളെ കൊണ്ട് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന ഒന്നായതുകൊണ്ടാണ് ഞാൻ പിനാക്കിൾ അക്കാഡമി ചൂസ് ചെയ്തത് തന്നെ. പിനാക്കിൾ അക്കാഡമി പഠിച്ചാലുള്ള പ്രയോജനം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമുക്ക് സ്റ്റാർട്ടിങ് തന്നെ ആദ്യമേ നമുക്ക് സബ്ജക്റ്റ് വൈസ് ക്ലാസ്സുകളല്ല തരുന്നത്. നമുക്ക് ലാംഗ്വേജ് ഇമ്പ്രൂവ്മെൻറ്റ് ക്ലാസ്സുകളും നമുക്ക് ഒത്തിരി നമുക്കൊരു സ്റ്റേജ് ഫിയർ ഉള്ള ഒരു പേഴ്സൺ ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ ആ സ്റ്റേജ് ഫിയർ എല്ലാം മാറും. മീൻസ് ഒരു പ്രസൻറ്റേഷൻസ് ആണെങ്കിലും നമുക്ക് ആക്ടിവിറ്റീസും തന്ന് നമ്മുടെ ആ ഒരു ഫിയർ മാറും. ഇപ്പോൾ എന്നെ സംബന്ധിച്ച് എൻ്റെ ആ സ്റ്റേജ് ഫിയർ അതെല്ലാം എനിക്ക് മാറി കിട്ടിയായിരുന്നു. തുടക്കം തൊട്ട് തന്നെ നമുക്ക് ഫസ്റ്റിലെ വേണ്ടതെന്ന് പറഞ്ഞൊരു ബേസാണ്. ഒരു കുട്ടിക്ക് തുടക്കം തൊട്ടേ വേണ്ടത് ഒരു ബേസാണ്. ആ ബേസ് ആദ്യമേ പിനാക്കിൾ അക്കാഡമി പ്രൊവൈഡ് ചെയ്ത് തരുന്നുണ്ട്, നമുക്ക് വേണ്ടിയിട്ടുള്ള ഒരു ബേസ് തരുന്നുണ്ട്. അതിനുശേഷമാണ് നമ്മൾ ഈ സബ്ജക്റ്റിലോട്ടൊക്കെ തന്നെ നമുക്ക് പഠിപ്പിച്ച് തുടങ്ങുന്നത് തന്നെ. അപ്പോൾ എനിക്ക് വന്നിട്ടുള്ളതെന്ന് വെച്ചാൽ എൻ്റെ ലാംഗ്വേജ് ഒത്തിരി ഇമ്പ്രൂവ് ആയിട്ടുണ്ട്. അതേപോലെ തന്നെ എനിക്ക് ഇപ്പോൾ സ്റ്റേജ് ഫിയർ മാറി കിട്ടി. ഇപ്പോൾ പ്രസൻറ്റേഷനൊക്കെ എടുക്കാൻ ഞാൻ ഭയങ്കരമായിട്ടും ആദ്യമൊക്കെ എനിക്ക് പ്രസൻറ്റേഷനൊക്കെ ഭയങ്കര പാടായിരുന്നു. പക്ഷേ ഇപ്പോൾ ഒരു പ്രസൻറ്റേഷനൊക്കെ എന്നെ കൊണ്ട് എടുക്കാൻ പറ്റും. നമുക്കൊരോ മാറ്റങ്ങളുണ്ടാകും നമ്മുടെ ലൈഫിൽ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു കോളേജിൽ പോയി എങ്ങനെയാണോ പഠിക്കുന്നത് അതുപോലെ, ഒരു പക്ഷേ അതിനേക്കാളും മുകളിലെന്നേ ഞാൻ പറയത്തുള്ളൂ. കാരണം നമുക്കിപ്പോൾ ഒരു സെലിബ്രേഷൻസ് വന്നാലും നമ്മളെല്ലാവരും, ഇപ്പോൾ സ്റ്റുഡൻസ് എല്ലാവരും, അവിടെ പല കോഴ്സുകളുണ്ട്. അപ്പോൾ സ്റ്റുഡൻസ് എല്ലാവരും ഒരുമിച്ച് എല്ലാവരും ഭയങ്കരമായിട്ട് ആഘോഷിച്ച്, ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് എന്നൊരു ഇതേ അല്ല, ഒരു കോളേജിൽ നമ്മൾ എങ്ങനെയാണോ പഠിക്കുന്നത് ആ ഒരു ഇത് തന്നെയാണ് എനിക്ക് അവിടെ ഫീൽ ചെയ്തിട്ടുള്ളത്. നമുക്ക് മോക്ക് ഇൻ്റർവ്യൂസ് ഒക്കെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് പല എയർലൈൻസിൽ വർക്ക് ചെയ്യുന്ന സ്റ്റാഫ് വന്ന് ഡയറക്റ്റ് നമുക്ക് ക്ലാസ് എടുത്ത് തരാറുണ്ട്. ഗ്രൂമിങ് ക്ലാസ്സസ് ഒക്കെ നമുക്ക് എല്ലാം കിട്ടും. സ്റ്റാർട്ടിങ് തൊട്ടേ നമുക്ക് ഗ്രൂമിങ് ക്ലാസ് എല്ലാം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഒരു ഇൻ്റർവ്യൂ എങ്ങനെ അറ്റൻഡ് ചെയ്യുക എന്നുള്ളതിൻ്റെ എല്ലാവിധ കാര്യങ്ങളും അവിടെ പറഞ്ഞ് നമ്മളെ മനസ്സിലാക്കി തരാറുണ്ട്. ഇപ്പോൾ കറൻ്റ്ലി എനിക്ക് ജോബ് കിട്ടിയിരിക്കുന്നത് സ്പൈസ് ജെറ്റിലേക്കാണ്. സ്പൈസിലേക്ക് ഞാൻ സെലക്ട് ആയിരിക്കുകയാണ്. ഇപ്പോൾ എനിക്കറിയാവുന്ന ഏതൊരു കുട്ടിക്കും ഏവിയേഷൻ പഠിക്കണമെന്നൊരാഗ്രഹമുണ്ട്, അല്ലെങ്കിൽ അവർക്ക് ഏത് ഇൻസ്റ്റിറ്റ്യൂട്ട് കൊള്ളാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ഉറപ്പായിട്ടും പിനാക്കിളിൻ്റെ പേരേ പറയത്തുള്ളൂ. കാരണം ഞാൻ എൻ്റെ അനുഭവത്തിൽ നിന്നാണ് പറയുന്നത്. അത്രയും നല്ലൊരു ഇൻസ്റ്റിറ്റ്യൂട്ട് എനിക്ക് അറിയില്ല. കാരണം ഇത്രയും നമ്മൾ സപ്പോർട്ട് ചെയ്യുന്ന, ഇപ്പം നമ്മൾ പഠിച്ചിറങ്ങിയിട്ട് പോലും നമ്മളെ കാര്യങ്ങൾ എങ്ങനെയാണ് പോകുന്നത് എല്ലാം, അപ്പോൾ നമ്മളൊരു വർക്ക് ചെയ്യുന്നതാണെങ്കിൽ പോലും നമ്മളെ വിളിച്ചിട്ട് കോൺടാക്ട് ചെയ്ത് ഇപ്പോഴും നമ്മളായിട്ട് കോൺടാക്റ്റ് അതേ കണക്ക് തന്നെ കീപ്പ് ചെയ്ത് കൊണ്ട് പോകാറുണ്ട്. അപ്പോൾ ഉറപ്പായിട്ട് എനിക്കറിയാവുന്ന എല്ലാവർക്കും ഞാൻ പിനാക്കിൾ സജസ്റ്റ് ചെയ്യത്തുള്ളൂ. അവർ ഉറപ്പായിട്ടും നിങ്ങൾക്ക് 100% പ്ലേസ്മെൻറ്റ്സും എല്ലാം തരുന്ന ഒരു കോളേജാണ്. നമുക്ക് ഉറപ്പായിട്ടും വിശ്വസിച്ച് പഠിക്കാൻ പറ്റുന്ന ഒരു സ്ഥാപനമാണ്. പിനാക്കിൾ അക്കാഡമിയിൽ പഠിച്ചത് കൊണ്ട് എനിക്കുണ്ടായ ഉപയോഗങ്ങൾ ഒരുപാട് ഉണ്ട്. ബേസിക്കലി ഞാൻ എൻ്റെ കരിയർ സ്റ്റാർട്ട് ചെയ്യുന്നത് എയർ ഇന്ത്യ സാറ്റ്സ് എന്ന് പറഞ്ഞൊരു കമ്പനിയിൽ നിന്നായിരുന്നു. ഞാൻ കൊമേഴ്ഷ്യൽ ഫീൽഡിലായിരുന്നു. പിന്നെ ഞാൻ സെക്യൂരിറ്റി ഡിപ്പാർട്ട്മെൻറ്റിലോട്ട് വന്നു. സ്പൈസ് ജെറ്റ് എന്ന് പറഞ്ഞ കമ്പനി വർക്ക് ചെയ്തു. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ ഇപ്പോൾ റീസെൻ്റ്ലി വർക്ക് ചെയ്യുന്ന ബാംഗ്ലൂർ ഇൻ്റർനാഷണൽ എയർപോർട്ടിലാണ്. ഇൻലൈൻ സെക്യൂരിറ്റി സ്ക്രീനറായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. ഇൻഫാക്റ്റ് എൻ്റെ ഡ്രീം ജോബാണ് ഞാനിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ അതിന് വളരെ വലിയൊരു ക്രെഡിറ്റ് ഞാൻ പഠിച്ച ഇൻസ്റ്റിറ്റ്യൂട്ടിന് ഞാൻ കൊടുക്കുന്നുണ്ട്. ബിക്കോസ് ഞാൻ അവിടെ നിന്ന് പഠിച്ച കാര്യങ്ങളും ബോത്ത് പ്രാക്ടിക്കലി ആൻഡ് തിയറിറ്റിക്കലി എല്ലാം വളരെ ഹെൽപ്ഫുള്ളായിരുന്നു. സോ ആയിട്ടും ഞാൻ സജസ്റ്റ് ചെയ്യും. എൻ്റെ ഫാമിലി മെമ്പേഴ്സ് ആയാലും എൻ്റെ ഫ്രണ്ട്സ് ആയാലും ആരും എന്നോട് ചോദിക്കുവാണ് ഏവിയേഷൻ ഇൻഡസ്ട്രിയിൽ എന്താണ് കരിയർ എന്ന് ചോദിച്ചാൽ ഞാൻ ഉറപ്പായിട്ടും എൻ്റെ അക്കാഡമി ഉറപ്പായിട്ടും ഞാൻ അവർക്ക് സജസ്റ്റ് ചെയ്യും. ഇൻഫാക്റ്റ് എൻ്റെ ഒരു കസിൻ ബ്രദർ, ലോങ് ഡിസ്റ്റൻസ് ആയിട്ടുള്ള ഒരു കസിൻ ബ്രദർ റീസെൻ്റ്ലി എന്നെ കോൺടാക്ട് ചെയ്തിരുന്നു. ഏവിയേഷൻ ഇൻഡസ്ട്രിയിൽ IATA സർട്ടിഫിക്കറ്റിനെ കുറിച്ചുള്ള ഇമ്പോർട്ടൻസിനെ കുറിച്ച് പുള്ളി എന്നെ കോൺടാക്ട് ചെയ്തു. സോ ഞാൻ പുള്ളിനെ പിനാക്കിൾ അക്കാഡമിയിലേക്ക് റെഫർ ചെയ്തിട്ടുണ്ട്. സോ മേ ബി വരും ദിവസങ്ങളിൽ പുള്ളിക്കാരൻ അങ്ങോട്ടേക്ക് പോയിട്ട് കാര്യങ്ങൾ സംസാരിക്കുമെന്നാണ് തോന്നുന്നത്. സോ ഓൾവേസ് റെഡി ടു റെക്കമെൻഡ് ആരെയും ഫോർ പിനാക്കിൾ അക്കാഡമി ടു പിനാക്കിൾ അക്കാഡമി. ബോത്ത് എൻ്റെ കരിയറിലും എൻ്റെ പേഴ്സണൽ ലൈഫിലും ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. വൈ? ബിക്കോസ് ഞാനിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലി എൻ്റെ ഡ്രീം ജോബാണ്. അതല്ലാതെ എൻ്റെ ഫാമിലി ഭയങ്കര ഹാപ്പിയാണ്. വൈ? ബിക്കോസ് ഞാൻ ആക്ച്വലി തിരഞ്ഞെടുത്തൊരു കോഴ്സായിരുന്നു BBA ഇൻ ഏവിയേഷൻ. അപ്പം നിങ്ങളിപ്പോൾ ഈ രണ്ട് കുട്ടികളുടെ അനുഭവങ്ങൾ കേട്ടു. ഈ രണ്ട് കുട്ടികൾ പറഞ്ഞത് അത്രത്തോളം മനസ്സ് നിറഞ്ഞിട്ടാണ്. കാരണം ഞാൻ ഈ ഒരു ഇൻഡസ്ട്രിയെ പറ്റി കൂടുതൽ പഠിച്ച സമയത്ത് എനിക്ക് ഒരുപാട് സ്കാമുകൾ അറിയാനായിട്ടുണ്ടായിരുന്നു. ഒരുപാട് സ്കാമുകൾ നടക്കുന്നത്, ഒരുപാട് സ്കാമിൽപ്പെട്ട കുട്ടികളെയും എനിക്കറിയാം.
അപ്പോഴാണ് നമ്മൾ ഒരുപാട് മെനക്കെട്ടിട്ടാണ് നമുക്ക് കിട്ടിയ ഈ ഒരു സജഷൻ. പിനാക്കൽ അക്കാഡമിയെ പറ്റി ഞാൻ പഠിച്ചു, അവരുടെ പ്രീവിയസ് ആയിട്ടുള്ള കുട്ടികളെ നമ്മൾ വിളിച്ചിട്ട് അവരുടെ കയ്യിൽ നിന്ന് വീഡിയോ വാങ്ങിച്ച് അതിനുശേഷം നമ്മൾ പിനാക്കൽ അക്കാഡമിയിൽ നേരിട്ട് വിസിറ്റ് നടത്തി അദ്ദേഹത്തിനോട് സംസാരിച്ചു. അപ്പോൾ നിങ്ങൾക്ക് അവിടെ കിട്ടുന്നത് വളരെ മികച്ച ഒരു അക്കാഡമിക് തന്നെയാണ്. കാരണം അദ്ദേഹം എപ്പോഴും അപ്ഡേറ്റഡ് ആണ്, ഏറ്റവും പുതിയ കാര്യങ്ങൾ നിങ്ങളെ പഠിപ്പിക്കുന്നു. അതിനോടൊപ്പം തന്നെയാണ് അദ്ദേഹം 24/7 ഉണ്ട്. നിങ്ങൾക്ക് എന്ത് സംശയങ്ങൾക്ക് ഉത്തരം ആ ഒരു സ്ഥാപനത്തിന്റെ ഡയറക്ടർ നിങ്ങൾക്ക് നൽകുന്നു. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ എല്ലാവരും മനസ്സിലാക്കേണ്ട ഏറ്റവും വലിയൊരു കാര്യം, ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു ഈ ഒരു വീഡിയോയിൽ നിങ്ങൾ വരാമോ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഞാൻ വീഡിയോയിൽ വരുന്നില്ല, കാരണം ഞാൻ ഇതിനെ ഒരു ബിസിനസ് ആയിട്ടല്ല കാണുന്നത്. അപ്പോൾ ഇതിനെ അദ്ദേഹം കാണുന്നത് ഒരു സർവീസ് സെക്ടർ ആയിട്ടാണ്. ഒരു കുട്ടി വന്ന് അവരുടെ ജീവിതത്തിൽ ഏറ്റവും അടിസ്ഥാനം കഴിഞ്ഞ് ഒരു +2 കഴിഞ്ഞ് നല്ലൊരു ജീവിതത്തിന് വേണ്ടിയാണ് ഒരു കോഴ്സ് എടുക്കുന്നത്. ആ ഒരു കോഴ്സ് അവർക്ക് നല്ല രീതിയിൽ കൊടുക്കാൻ സാധിക്കണം. അവരുടെ പാരൻസിന് മനസ്സിനൊരു സമാധാനം ഉണ്ടാവണം, എൻ്റെ കുട്ടി നല്ലൊരു കോഴ്സ് പഠിച്ചു, നല്ലൊരു ജോലിക്ക് കയറി, അവനോ അവളോ സെറ്റിലായി എന്നുള്ളത്. അപ്പോൾ അവർ കൊടുക്കുന്ന ഏതൊക്കെ മേഖലയിലാണ്, ഇപ്പം നിങ്ങൾക്കറിയാം ഏവിയേഷൻ ഇൻഡസ്ട്രിയിൽ പഠിക്കുന്ന ആളുകൾ നിങ്ങൾക്ക്, അല്ലെങ്കിൽ നിങ്ങൾ ഒരു സ്ഥാപനത്തിൽ പോകാമെങ്കിൽ അവർ ഒരുപാട് പ്രഹസനങ്ങൾ പറയും. ഇവിടെ ആയിരിക്കും പ്ലേസ്മെന്റ്, ഇന്നതായിരിക്കും ജോലി, ഇങ്ങനെയൊക്കെ ആയിരിക്കും ജോലി. പക്ഷേ ഇവിടെ ഏതൊക്കെ മേഖലകളിലാണ് അവർ ജോലി കൊടുക്കുന്നത്, അല്ലെങ്കിൽ ഏതൊക്കെ മേഖലയിലാണ് അവർ പ്ലേസ്മെന്റ് ചെയ്യുന്നതെന്ന് ഉൾപ്പെടെ നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. ആ ഒരു ഡീറ്റെയിലൂടെ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാം. അതുപോലെ തന്നെ ഈ ഒരു എവിടേക്കാണ് പ്ലേസ്മെന്റ് കൊടുക്കുന്നത് എന്നുള്ളത് ഞാനൊന്ന് പറഞ്ഞു തരാം നിങ്ങൾക്ക്. തിരുവനന്തപുരം എയർപോർട്ടിലുണ്ട്, കൊച്ചി എയർപോർട്ട്, കാലിക്കറ്റ്, ചെന്നൈ, ബാംഗ്ലൂർ, ഹൈദരാബാദ്, അതിനോടൊപ്പം തന്നെ ഡൽഹി, ഈ വക മേഖലകളിലും, അതിനോടൊപ്പം തന്നെ എമിറേറ്റ്സിൽ, ഖത്തർ എയർവേസ്, എത്തിഹാദ്, അതുപോലെ തന്നെ കുവൈറ്റ്, എല്ലാ മേഖലകളിലും അവരുടെ കുട്ടികൾ ജോലി ചെയ്യുന്നുണ്ട്. അത്രത്തോളം എല്ലാ കുട്ടികൾക്കും പ്ലേസ്മെന്റും കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ ഏതൊക്കെ മേഖലയിലാണ് ലിസ്റ്റ് ഓഫ് പ്ലേസ്മെന്റ് അല്ലെങ്കിൽ അവർക്ക് കിട്ടുന്ന ജോബ് റോളുകൾ നമുക്ക് നോക്കാം. ടിക്കറ്റിംഗ് മേഖലയിൽ കിട്ടുന്നുണ്ട്, ചെക്ക് ഇൻ, അതുപോലെ സ്ക്രീനിങ് സെക്ഷന്, സെക്യൂരിറ്റി അസിസ്റ്റന്റ്, അതിനോടൊപ്പം തന്നെ റാമ്പ് ഏജൻസ്. ഈ വക മേഖലയിലാണ് കുട്ടികൾക്ക് പ്ലേസ്മെന്റ് കിട്ടുന്നത്. കാരണം നമുക്ക് എല്ലാവർക്കും അറിയാം ഏവിയേഷൻ പഠിക്കുന്ന ഏതൊരു കുട്ടിക്കും ഒരു എയർ ഹോസ്റ്റസ് എന്ന മേഖലയിലേക്ക് കടന്നു ചെല്ലാൻ ഒരുപാട് കടമ്പകളുടെ ഭാഗമുണ്ട്. കാരണം മുഖത്തൊരു പാടുണ്ടെങ്കിൽ പോലും അത് സാധിക്കത്തില്ല, അല്ലെങ്കിൽ ഭാഷ ഇല്ലെങ്കിൽ അത് സാധിക്കത്തില്ല. അങ്ങനെയൊക്കെയുള്ള ഒരുപാട് പ്രശ്നങ്ങൾ ഇന്ന് ഇവിടെ നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ ഇവരുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഇവർ 100% പ്ലേസ്മെന്റ് ഗ്യാരണ്ടിയേക്കാൾ അപ്പുറം ഇവർ ഓഫർ ചെയ്യുന്നത് എല്ലാ കുട്ടികൾക്കും ജോലി കിട്ടാൻ പ്രായോഗികമായിട്ട് അവർ റെഡിയാകുക. ഒരു കുട്ടിക്ക് അവരുടെ ലൈഫിൽ അവൻ സക്സസ് എന്ന് പറയുന്നത് ഒരു ജോബ് കിട്ടുന്നതിനേക്കാൾ മുമ്പ് അവനൊരു ഇൻഡിവിജ്വൽ പേഴ്സൺ ആകുക, അവന് സ്വന്തമായിട്ട് എനിക്കൊരു ജോലി ചെയ്യാൻ സാധിക്കും, എനിക്ക് മുന്നോട്ട് ജീവിക്കാൻ സാധിക്കും. ഇതാണ് ആ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ അവർ ബിൽഡ് ചെയ്യുന്നത്. നിങ്ങളെ ഒരു കോഴ്സ് പഠിപ്പിക്കുന്നതോടൊപ്പം തന്നെ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ എങ്ങനെ ഒരു ബെറ്റർ പേഴ്സൺ ആകാൻ സാധിക്കും, ഇതും അവർ നിങ്ങളെ പഠിപ്പിക്കുന്നുണ്ട്. അതിനോടൊപ്പം തന്നെയാണ് കൾച്ചറൽസ് പ്രോഗ്രാം വഴി നിങ്ങൾക്ക് ഈ ഒരു സൊസൈറ്റിയോട് എങ്ങനെയാവണം, അതിനോടൊപ്പം തന്നെ ടൂറ്, ഓൺ ദ ജോബ് ട്രെയിനിങ്സ്, ഇതെല്ലാം പ്രൊവൈഡ് ചെയ്യുന്ന ഒരു മികച്ച ഇൻസ്റ്റിറ്റ്യൂട്ട് തന്നെയാണ് പിനാക്കൽ അക്കാഡമി. ഈ ഒരു അക്കാഡമി തുടങ്ങിയിട്ട് ഞാൻ ഓൾറെഡി പറഞ്ഞു 12 വർഷമായി. 12 വർഷമായിട്ട് ഒരു സ്ഥാപനം നിലനിൽക്കണമെങ്കിൽ ആ ഒരു സ്ഥാപനം അത്രത്തോളം ബെറ്റർ ആയിരിക്കണം. അതിനോടൊപ്പം തന്നെയാണ് ഒരു പരസ്യങ്ങളും ചെയ്യാത്ത ഒരു ബെറ്റർ ഇൻസ്റ്റിറ്റ്യൂട്ട്. കാരണം റെഫറൻസ് വഴി മാത്രം ഓടുന്ന ഈ ഒരു സ്ഥാപനം. ഇന്ന് ഞാൻ വീഡിയോ ചെയ്തത് ഇത്രയും നല്ലൊരു അക്കാഡമിയെ പറ്റി ഞാൻ ഇന്ന് വീഡിയോ ചെയ്തില്ലെങ്കിൽ ആസ് എ ഇൻഫ്ലുവൻസർ, ആസ് എ ഒരു എഡ്യൂക്കേഷനിസ്റ്റ് എന്ന് പറഞ്ഞ രീതിയിൽ എനിക്ക് വലിയൊരു തോൽവിയായി പോകുമെന്ന് ഞാൻ വിചാരിച്ചത് കൊണ്ട് തന്നെയാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. പിനാക്കൽ അക്കാഡമിയിൽ നിങ്ങൾ തീർച്ചയായിട്ടും പോയി പഠിക്കുക. നിങ്ങൾക്ക് എല്ലാ തരത്തിലുമുള്ള സപ്പോർട്ട് നൽകുന്ന ഒരു ബെസ്റ്റ് സ്ഥാപനമാണ്. അതുപോലെ തന്നെയാണ് നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് 100% ജോബ്, നിങ്ങൾക്ക് അവർ പ്ലേസ്മെന്റ്, നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും ചെയ്തു തരികയും ചെയ്യും. അതുപോലെ തന്നെയാണ് നിങ്ങൾ ചേരാൻ പോവുകയാണെങ്കിൽ എനിക്ക് ഒരൊറ്റ റിക്വസ്റ്റേ ഉള്ളൂ, കൃത്യമായി പഠിക്കാൻ മനസ്സുണ്ടെങ്കിൽ മാത്രമേ പോകാവൂ. മറ്റൊരാളുടെ സീറ്റ് അവിടെ നിങ്ങൾ വേസ്റ്റ് ആക്കരുത്. കാരണം ഏറ്റവും ബെറ്റർ കുട്ടികൾക്ക് എഡ്യൂക്കേഷൻ കൊടുക്കാനാണ് പിനാക്കൽ അക്കാഡമി ഇരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ നല്ലതുപോലെ പഠിക്കാം. ഞാൻ എൻ്റെ ജീവിതത്തിൽ എനിക്ക് സക്സസ് റേറ്റ് വേണം എന്ന് ആഗ്രഹിക്കുന്നവർ മാത്രം ഈ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് പോവുക. ദ ബെസ്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഇൻ ട്രിവാൻഡ്രം അല്ല ഞാൻ പറയാനായിട്ട് പോകുന്നത്, ബെസ്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഇൻ ഇന്ത്യ എന്ന് വേണം എനിക്ക് പറയാനായിട്ട് സാധിക്കും. ദ ബെസ്റ്റ് ജോബ് ഓറിയന്റഡ് കോഴ്സ് ആഫ്റ്റർ +2, ഏവിയേഷൻ കോഴ്സ് ആഫ്റ്റർ +2. അതുപോലെ തന്നെയാണ് ദ ബെസ്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ഏവിയേഷൻ മാനേജ്മെന്റ് കോഴ്സ് ഇൻ കേരളയാണ്. തീർച്ചയായിട്ടും അപ്പോൾ നിങ്ങൾ ഈ ഒരു വീഡിയോ നിങ്ങൾ മസ്റ്റായിട്ട് ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങളൊന്ന് കമന്റ് ചെയ്യുക. അതിനോടൊപ്പം തന്നെ ഇവിടെ താഴെ ഇവിടെ ഇട്ടിരുന്ന നമ്പറുകൾ, ഡിസ്ക്രിപ്ഷനിൽ നമ്പർ ഉണ്ട്, അതിനോടൊപ്പം തന്നെ സ്ക്രോളിംഗിൽ നമ്പേഴ്സ് പോയിട്ടുണ്ട്. നിങ്ങൾക്ക് ഇപ്പൊ തന്നെ വിളിക്കാവുന്നതാണ്, നിങ്ങളുടെ സീറ്റുകൾ ബുക്ക് ചെയ്യാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ UG PG 2 കോഴ്സുകളും ഉണ്ട്, ഡിപ്ലോമ കോഴ്സുകളും ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഏതാണോ വേണ്ടത് അതിനെ പറ്റി ഡീറ്റെയിൽസ് അറിയാൻ താഴെ കിടക്കുന്ന നമ്പറിൽ വിളിക്കുക. ഇപ്പൊ തന്നെ നിങ്ങളുടെ സീറ്റുകൾ നിങ്ങൾ ബ്ലോക്ക് ചെയ്യുക. ഇതിനെപ്പറ്റി എന്ത് സംശയങ്ങളും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഒന്ന് കമന്റ് വഴി ചോദിക്കാനായിട്ട് സാധിക്കും. വീഡിയോ സേവ് ചെയ്യുക, മസ്റ്റായിട്ട് നിങ്ങളൊന്ന് ഷെയർ ചെയ്യുക. നമ്മുടെ ഈ ഒരു ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് വന്നേക്കുന്നതെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതിനോടൊപ്പം തന്നെ ഇതിന്റെ മറ്റുള്ള ഡീറ്റെയിൽസ് കാണാൻ വേണ്ടി നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ ഇവരെ നമ്മൾ വീഡിയോ ഇട്ടിട്ടുണ്ട്. ആ ഒരു പേജിൽ കയറാമെങ്കിൽ നിങ്ങൾക്ക് മറ്റുള്ള അപ്ഡേറ്റ്സ് എല്ലാം കാണാനായിട്ട് സാധിക്കും. ഇതിൽ പുതിയ വീഡിയോ വരുന്നിടം വരെ ബൈ.